ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. വളരെ റെയർ ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കണമെന്നും ആ കോഴ്സുകൾ പഠിച്ചിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോബുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടനേകം ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു സുവർണാവസരമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഗുജറാത്തിലുള്ള ഫോറൻസിക് സയൻസ് എന്ന യൂണിവേഴ്സിറ്റി വളരെ റെയർ ആയിട്ടുള്ള കുറേ കോഴ്സുകൾ, ഫിംഗർ പ്രിൻസുമായി ബന്ധപ്പെട്ടുള്ള ഡിഗ്രി കോഴ്സുകൾ ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ. സൈബർ ലോയുമായി ബന്ധപ്പെട്ടുള്ള, ക്രിമിനോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ന്യൂറോ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ 1, 2, 3 കോഴ്സുകളല്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇൻട്രോ പാർട്ട് വളരെ ലെങ്തി ആയിട്ട് പോകും. കാരണം അത്രത്തോളമുണ്ട് വളരെ റയറായിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ. അതിന് അപ്ലൈ ചെയ്യാനുള്ള സമയം ഇപ്പോഴാണ്. അപ്പോൾ അതിന് ഏതെല്ലാം കോഴ്സുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, അതിന് അപ്ലൈ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ UG കോഴ്സുകളുണ്ട്, PG കോഴ്സുകളുണ്ട്, MPhil കോഴ്സുകളുണ്ട്, PhD കോഴ്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷനിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് GFSU, ഗുജറാത്ത് ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റി. ഇത് NAAC അക്രഡിറ്റ് ചെയ്ത A ഗ്രേഡ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഒട്ടനേകം റെയർ ആയിട്ടുള്ള കോഴ്സസുകൾ, ഒരുപാട് റയർ കോഴ്സസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള എല്ലാ റിസർവേഷനും ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അനേകം സ്കോളർഷിപ്പ് പ്രോഗ്രാമുകളും ഇതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഇനി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കണം. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഡേറ്റ്, കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അഡ്മിഷനിൻ്റെ മെയിൻ വെബ്സൈറ്റിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ അഡ്മിഷനുമായി റിലേറ്റ് ചെയ്തുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ COVID-19 ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നതുകൊണ്ട് തന്നെ അഡ്മിഷന് വേണ്ടി നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് കൺഫർമേഷൻ വരാൻ 48 മണിക്കൂർ എടുക്കുന്ന വെബ്സൈറ്റിൻ്റെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം മാത്രമേ നിങ്ങൾ പേയ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. നിങ്ങൾക്ക് പേയ്മെൻറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പേയ്മെൻറ്റ് നടത്തരുതെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഡേറ്റ് പറയുന്നത്, ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 18-ാം തീയതിയാണ്, ജൂൺ 2020. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 15 ഓഗസ്റ്റാണ്. അടുത്ത ഓഗസ്റ്റ് 15 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഡേറ്റും അതുപോലെ കൗൺസിലിങ്ങിൻ്റെ ഡേറ്റും കമൻസ്മെൻറ്റ് ഓഫ് ദ സെമസ്റ്റർ, അതും 3 കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. പറയാത്തതിൻ്റെ കാര്യം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന്, കാരണം ഇപ്പോൾ COVID-19 രാജ്യത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഇഷ്യൂസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഡേറ്റുകളൊന്നും പറയാത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ സൈറ്റിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് വെച്ചാൽ, മെയിൻ സൈറ്റിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാൻഡിഡേറ്റിന് ആവശ്യമായ എല്ലാ ഇൻഫോർമേഷൻസും സൈറ്റിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് എൻക്വയറിക്ക് ആവശ്യമായ മൊബൈൽ നമ്പേഴ്സുകൾ, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് സയൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിഹേവിയറൽ സയൻസസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്സ്, ഇവരുടെയൊക്കെ ഫോൺ നമ്പേഴ്സും ഇമെയിൽ ID, അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഇമെയിൽ ID ഇതിൻ്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഈ ഇമെയിൽ IDകളിലും കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫോർ അഡ്മിഷൻ പ്രൊസീജിയർ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ കോഴ്സുകളുടെയും. ഇപ്പോൾ ഏതൊക്കെയാണ് കോഴ്സുകളുള്ള ആ എല്ലാ കോഴ്സുകളുടെയും ഇൻഫർമേഷൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള MSc ഫോറൻസിക്, നാനോ ടെക്നോളജി പോലുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകണം കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് MBA ഉണ്ട്, ഫോറൻസിക് അക്കൗണ്ടിങ് എന്നുണ്ട് MBA. ഇനി ഗ്രാജുവേഷനാണ് അതിൻ്റെയൊക്കെ യോഗ്യത എന്ന് മനസ്സിലാക്കണേ. അപ്പോൾ അത്തരത്തിലുള്ള റെയർ കോഴ്സുകൾ, അപ്പോൾ ആ കോഴ്സുകളുടെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത്. അപ്പോൾ അഡ്മിഷൻ്റെ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അഡ്മിഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ ആണ് നമുക്ക് വരുന്നത്. അതിനകത്ത് സൈൻ ഇൻ ചെയ്യാൻ, ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകൾ സൈൻ ചെയ്യാം. അതുപോലെ തന്നെ രജിസ്ട്രേഷന് കുറച്ച് പ്രോസസ്സ് പറയുന്നുണ്ട്. സൈൻ ഇൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിക്ക് ഓൺ അപ്ലൈ ന്യൂ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ചെയ്യാം. അതുപോലെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാം. അതിനുശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത ശേഷമാണ് പേയ്മെൻറ്റ് പ്രോസസ്സിലേക്ക് കിടക്കുന്നത്. പേയ്മെൻറ്റ് പ്രോസസ്സിന് ശേഷം നമ്മളിതെല്ലാം പ്രിൻ്റ് എടുത്തിട്ട് യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണം. ഇത്രയും പ്രോസസ്സുകളാണ് ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ എൻ്റെ അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ ബ്ലൂ കളറിൽ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന വിൻഡോ ഇങ്ങനെയാണ്. ആ വിൻഡോയിൽ ഇൻസ്റ്റിറ്റ്യൂഷനും പ്രോഗ്രാമും സെലക്ട് ചെയ്യാൻ പറയുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നേരത്തെ നമ്മളൊരു 4 ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറഞ്ഞു. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നെയിംസാണ് വരിക. അപ്പോൾ അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണ്. മൊത്തം 4 ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ. അപ്പോൾ അതിനകത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് സയൻസ് ഞാൻ സെലക്ട് ചെയ്തു. ഈ പ്രോഗ്രാമിലേക്ക് എടുക്കാം. പ്രോഗ്രാമിലേക്ക് എടുക്കുമ്പോൾ ഒട്ടനേകം പ്രോഗ്രാമുകൾ നിങ്ങൾ നോക്കൂ. ഇതെല്ലാം റയർ ആയിട്ടുള്ള കുറേ പ്രോഗ്രാമുകളാണ്. PG ഡിപ്ലോമ, എല്ലാ പ്രോഗ്രാമുകളും. ഇപ്പോൾ ഒരു പ്രോഗ്രാം ഇതിൽ സെലക്ട് ചെയ്യുന്നു. ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ PG ഡിപ്ലോമ ഫിംഗർ പ്രിൻറ്റ് സയൻസ് ആണ്.
PG ഡിപ്ലോമ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ്, അതിൻ്റെയൊക്കെ ഓരോ ഡോക്യുമെൻസിൻ്റെയൊക്കെ സൈസ് എത്രയാണ്, ഫയൽ ഡോക്യുമെൻറ്റ്സ് 150 KB കൂടാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ഫോട്ടോസ് JPEG അല്ലെങ്കിൽ JPG PNG ഫോർമാറ്റിലായിരിക്കണം. 1200 രൂപയാണ് പേയ്മെൻറ്റ് എന്ന് ഫീസായിട്ട് പറയുന്നത്. അത് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റിയോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് നടത്താൻ പറ്റുമെന്ന് പറയുന്നു. ഇതിലത്തെ കണ്ടീഷൻസാണ് ആദ്യമായിട്ട് നമ്മളൊരു കോഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. അതിനുശേഷം നമ്മൾ എഗ്രി എന്നുള്ള ഈ ഒരു കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. എഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് പോകാം. രജിസ്റ്റർ എന്ന് കൊടുക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം വരും. ആപ്ലിക്കേഷൻ ഫോമിനകത്ത് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ബ്ലഡ് ഗ്രൂപ്പ്, മദർ ടങ്, നാഷണാലിറ്റി, ഇമെയിൽ അഡ്രസ്സ്, കൺഫേം ഇമെയിൽ അഡ്രസ്സ്, മദർ നെയിം, പാരൻസ് ഒക്കുപേഷൻ, അതുപോലെ തന്നെ പേരൻസിൻ്റെ ഇമെയിൽ ID, ഇത്തരത്തിലുള്ള കാര്യങ്ങളും. അതുപോലെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പോർഷൻ കാണാം. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കൻ്റെ സിഗ്നേച്ചറുമായി അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പോർഷൻ കാണാം. അതുപോലെ സിഗ്നേച്ചറിൻ്റെ സൈസ് എത്രയായിരിക്കണം, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ PNG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളും. പിന്നെ ഗാർഡിയൻ, വെദർ ഗാർഡിയൻ ആണോ അല്ലയോ എന്നുള്ള കാര്യം, അതുപോലെ പേരൻസിൻ്റെ ഇൻകം എത്രയാണെന്നുള്ള കാര്യം അതൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൊടുത്ത ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ കിടക്കേണ്ടത്. അത്തരത്തിൽ സേവ് ആൻഡ് പ്രൊസീഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. നമുക്ക് നോർമലി അവരെന്നെ നമുക്ക് പറഞ്ഞിട്ട് പ്രോസസ്സ് എന്തൊക്കെയാണ്, അപ്പോൾ അഡ്മിഷൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കിയിട്ട് പോകാം, ഒരു ജനറലൈസേഷൻ ഉണ്ടാക്കിയിട്ട് പോകാം. ആദ്യം ക്വിക്ക് രജിസ്ട്രേഷനാണ്. അതിനകത്ത് തന്നെ പ്രോഗ്രാം സെലക്ഷൻ നമ്മൾ കാണിച്ചത്, ഫിൽ ആപ്ലിക്കേഷൻ ആൻഡ് സേവ്, അത്രയും കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. പിന്നെ അതുപോലെ തന്നെ ലോഗിൻ ചെയ്യേണ്ട മെയിലുമായി കണക്ട് ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. മെയിലിലേക്ക് ലിങ്ക് വരും, അതെങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ആപ്ലിക്കേഷൻ സബ്മിഷനാണ്. ആപ്ലിക്കേഷൻ സബ്മിഷനിൽ ലോഗിൻ ടു ദ സിസ്റ്റമാണ്. അതുപോലെ തന്നെ എഡിറ്റ് ആപ്ലിക്കേഷൻ സേവ്, ഫിൽ ദ ഡീറ്റെയിൽസ്, അതുപോലെ സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് കാണാം. അതാണ് നിങ്ങൾക്ക് വയലറ്റ് കളറിൽ ഒരു ആരോ മാർക്ക് വെച്ചിട്ട് കാണിച്ചു തരുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ആ രണ്ടാമത്തെ സ്റ്റെപ്പ് ഫുള്ളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഓറഞ്ച് ലെയറിൽ കാണുന്ന പേയ്മെൻറ്റ് പ്രോസസ്സാണ്. അവിടെ മേക്ക് ദ പേയ്മെൻറ്റ്, ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തും. നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഓൺലൈൻ ബാങ്കിങ് ഒക്കെ നടത്തിയിട്ട് ചെയ്യും. ഇതെല്ലാം കഴിയുമ്പോഴാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് പ്രൊസീജിയർ ഫുള്ളാകുന്നത്. പക്ഷേ ഇതോടുകൂടി കഴിഞ്ഞില്ല. അതിനുശേഷം സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ പ്രിൻറ്റ് ടു ദി യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ആ പ്രിൻറ്റ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കണം. ഇപ്പോൾ അയച്ചു കൊടുത്താൽ മാത്രമേ ഈ ഒരു അഡ്മിഷൻ്റെ പ്രൊസീജിയർ നിങ്ങൾ അപ്ലൈ ചെയ്തു എന്നുള്ളത് ആ ഒരു സംഭവം പ്രോസസ്സ് ഫുള്ളാവുകയുള്ളൂ. അപ്പോൾ ഇത്രയും പ്രോസസ്സുകളാണ് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നിലേക്ക് കടക്കാം. ഇപ്പോൾ ഈ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ കാണിച്ചു തന്നാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. കോഴ്സ് സെലക്ട് ചെയ്യുന്ന, ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുന്ന ഈ ഒരു വിൻഡോ നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കിടക്കുന്നത് ആളുടെ ഡീറ്റെയിൽസ്, ഈ എഗ്രി ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് നമ്മൾ കൊടുത്താണ്. എഗ്രി കൊടുത്തു. നമ്മൾ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഫയലിൻ്റെ സൈസ് 150 KB കൂടാൻ പാടില്ല എന്നുള്ളതും, അതുപോലെ തന്നെ JPG JPG PNG ഫോർമാറ്റിലായിരിക്കും. അവിടുന്ന് എഗ്രി കൊടുക്കണം എന്നൊക്കെ കാണിച്ചത്. അങ്ങനെ എഗ്രി കൊടുക്കുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. ആപ്ലിക്കേഷൻ ഫോമിനകത്ത് എന്തൊക്കെയാണ് എൻട്രി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇത്തരത്തിലുള്ള എൻട്രി ചെയ്യാനുള്ള നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെയൊക്കെ എല്ലാ കാര്യങ്ങളും ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതെല്ലാം കൊടുത്തിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് നമ്മൾ കൊടുക്കും. സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും സിസ്റ്റം ജനറേറ്റ് ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് നമ്മുടെ നേരത്തെ കൊടുത്ത മെയിൽ ID-യിലേക്ക്, രജിസ്റ്റേർഡ് മെയിൽ ID-യിലേക്ക് മെയിലായിട്ട് വരും. അത് മെയിലായിട്ട് വരുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് മെയിൽ വരിക. ആ മെയിലിനകത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു പാസ്വേഡ്, സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതിനകത്തുണ്ടാവും. നിങ്ങളുടെ മെയിലിലാണ് ചെക്ക് ചെയ്യേണ്ടത്. അല്ലാതെ പിന്നെ ഈ വിൻഡോയിലല്ല, നിങ്ങൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്ന വിൻഡോയിലല്ല നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ ഏതാണോ മെയിൽ ID കൊടുത്ത് ആ മെയിൽ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഇൻബോക്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ കാണാം. ആ മെയിലിനകത്താണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ എങ്ങനെ വരുന്നതെന്നുള്ള ഒരു മെയിലിൻ്റെ ഒരു ഫോമാറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇത്തരത്തിലാണ് കാണാം GFSU അഡ്മിഷൻ ലോഗിൻ കാൻഡിഡേറ്റ്, അതിൻ്റെ പേരുണ്ടാവും, ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മെയിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പാസ്വേഡും യൂസർ നെയിമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ പാസ്വേഡൊക്കെ നമ്മൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മെയിലിലേക്ക് ആ സാധനം വരും. അത് യൂസ് ചെയ്തിട്ടാണ് പിന്നെ ഇനി നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. എന്നിട്ടാണ് നമ്മൾ അടുത്ത പ്രോസസ്സുകൾ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടിട്ട് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള വിൻഡോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി മെയിലിലേക്ക് വന്ന ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും നമ്മൾ കൊടുക്കുന്നു.
അതിനുശേഷം സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന വിൻഡോ ഇങ്ങനെയാണ്. രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഓഫ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അല്ല ആപ്ലിക്കൻറ്റിൻ്റെ നെയിം ഉണ്ടാവും, അതുപോലെ തന്നെ ആപ്ലിക്കൻറ്റിൻ്റെ നമ്പർ ഉണ്ടാവും, അത് ഏത് ഫാക്കൽറ്റി ഏത് ഇതിനകത്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, സയൻസ് ആണെങ്കിൽ സയൻസ്, അതുപോലെ പ്രോഗ്രാം ഏതാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് കാണാം. ഇവിടെ ഇൻകംപ്ലീറ്റ് ആണ്, കാരണം ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് മുഴുവൻ കഴിഞ്ഞിട്ടില്ല. പേയ്മെൻറ്റ് സ്റ്റാറ്റസ് പേയ്മെൻറ്റ് പെൻഡിങ് പറഞ്ഞ് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ കാണിക്കുന്നത്. ഇതിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അവിടെ ആദ്യം പറയുന്നത് ചേഞ്ച് പാസ്വേഡാണ്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. പാസ്വേഡ് നമുക്ക് സിസ്റ്റം തന്ന പാസ്വേഡാണ്, അത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പോവാണ്. ഇവിടെയാണ് നമ്മുടെ മുഴുവൻ ഡീറ്റെയിൽസ് നേരത്തെ കൊടുത്ത് നമ്മുടെ മുഴുവൻ ഡീറ്റെയിൽസും ഇതിനകത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മളിവിടെ എൻ്റർ ചെയ്യാണ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും കറക്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അത് കൊടുത്തിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ബാലൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. അത് ഈ വരുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ക്രൈറ്റീരിയ ഡീറ്റെയിൽസ് ആണ്. അതുപോലെ നമ്മുടെ കാസ്റ്റ് മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ OBC ആണോ, SC ST ആണോ, അല്ലെങ്കിൽ നമ്മൾ URL, അതായത് യു ആർ അണ്ടർസേർവ്ഡ് ആണോ, അണ്ടർസേർവ്ഡ് കാൻഡിഡേറ്റ് ആണോ, URC ആണോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആൻഡ് പ്രൊസീഡ് നമുക്ക് കൊടുക്കാം. സേവ് ആൻഡ് പ്രൊസീഡ് താഴെ കാണാം. ആ സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ഫുള്ളായി. അതിന് നെക്സ്റ്റ് മൂന്നാമത്തെ ഒരു ലിങ്കിലേക്ക് നമുക്കറിയാം, മുകളിൽ ആ ഒരു കളർ ചേഞ്ചായി വരുന്ന കാണാം. അപ്പോൾ മൂന്നാമത് കിടക്കുന്നതിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അവിടെ നമ്മുടെ കറൻറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, അഡ്രസ്സും കാര്യങ്ങളും, നമ്മുടെ സ്റ്റേറ്റും കൺട്രിയും സിറ്റിയും ഒക്കെ, പോസ്റ്റൽ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ, ലാൻഡ് ഫോൺ നമ്പർ, മൊബൈൽ നമ്പറൊക്കെ കൊടുക്കുന്നു. അതെല്ലാം കൊടുത്തിട്ട് അതെല്ലാം എഗ്രി ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആഡ് ക്വാളിഫിക്കേഷൻ എന്ന സ്റ്റെപ്പാണ്. സേവ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ആഡ് ക്വാളിഫിക്കേഷൻ. നമ്മൾ ഓരോ ക്വാളിഫിക്കേഷൻസും നമുക്ക് ഇതുപോലെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചിരുന്നത്, ഏതാണെന്ന് നമ്മുടെ ക്വാളിഫിക്കേഷൻ, എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയിരുന്നു, ഏത് ഇയറാണ് പാസ് ഔട്ട് ആയത്, പാസ് ചെയ്ത മന്ത് ഏതാണ്, അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് സേവ് കൊടുക്കാം. ഇങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണം നമുക്ക് ചെയ്യാം. അതിനുശേഷം ആഡ് എക്സ്പീരിയൻസ് എന്നുള്ള സംഭവമാണ്. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇവിടെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് തന്നെ ആവണമെന്നില്ല, 2-3 സ്ഥലങ്ങളിലെ എക്സ്പീരിയൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ഓരോന്ന് എടുത്തിട്ട് സേവ് ചെയ്താൽ മതി. ഓക്കെ. അതിനുശേഷം ആഡ് സെമസ്റ്റർ ഓർ ഇയർ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. നമ്മൾ ലാസ്റ്റ് പഠിച്ചേക്കുന്ന സെമസ്റ്ററിൻ്റെ ഇയറിൻ്റെ മാർക്കുകളും മറ്റ് ഡീറ്റെയിൽസും എൻ്റർ ചെയ്യാണ്. സബ്ജക്റ്റുകൾ വരെ നമ്മൾ എൻ്റർ ചെയ്യണം. അപ്പോൾ സെമസ്റ്ററോ അല്ലെങ്കിൽ ഇയറോ ആയിരിക്കും ബേസിലായിരിക്കും നിങ്ങൾ പഠിച്ചേക്കുന്നത്. മിക്കവാറും ആളുകൾക്ക് സെമസ്റ്റർ ബേസ് ആയിരിക്കും പഠിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര മാർക്ക് ഒബ്റ്റെയിൻ ചെയ്തു, അതുപോലെ തന്നെ മാക്സിമം മാർക്ക് എത്രയായിരുന്നു, നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ആണ് ഉള്ളത്, അതുപോലെ നമ്മുടെ സബ്ജക്റ്റ് ആ സമയത്ത് എത്രയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്യുന്നു. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് സ്ക്രീൻ വരുന്നത്. സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന സ്ക്രീൻ ഇങ്ങനെയാണ്. അക്കാദമിക് ഡീറ്റെയിൽസ് മുഴുവനായിട്ട് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ പഠിച്ച കോഴ്സുകൾ, അതിൻ്റെ പ്രോഗ്രാമിൻ്റെ മാർക്കുകൾ, പെർസെൻറ്റേജ്, ഇയർ ഓഫ് പാസ് ഔട്ട്, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് എത്രയുണ്ടെങ്കിൽ അത്, നമ്മുടെ സെമസ്റ്റേഴ്സ് നേരത്തെ നമ്മൾ കൊടുത്ത സെമസ്റ്റേഴ്സുകൾ അവിടെ ഏതൊക്കെ സബ്ജക്റ്റുകളായിരുന്നു, അതുപോലെ തന്നെ മാർക്ക് എത്രയായിരുന്നു, പെർസെൻറ്റേജ് എത്രയായിരുന്നു ഓരോ സെമസ്റ്ററുകളിലും, അത്തരത്തിലുള്ള കാര്യങ്ങൾ വരും. ഇതെല്ലാം എൻ്റർ ചെയ്ത ശേഷം സേവ് ആൻഡ് പ്രൊസീഡ്, എല്ലാത്തിനകത്തും ഈ സേവ് ആൻഡ് പ്രൊസീഡ് കാണുന്നു. നമ്മൾ സേവ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഓരോ കാര്യങ്ങളും സേവ് ചെയ്യുന്നു. സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുമ്പോൾ അഡീഷണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഓപ്ഷണലാണ്. നമുക്ക് ചിലപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലുള്ള സംഭവങ്ങൾ ഇവിടെ NCCയുടെ സർട്ടിഫിക്കറ്റ്, NSSൻ്റെ, സ്പോർട്സിൻ്റെ, സോഷ്യൽ വർക്കിൻ്റെ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ റൈറ്റിംഗ്, അത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകളൊക്കെ എൻ്റർ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ എന്തൊക്കെയാണ് എന്ന് കൊടുത്തിട്ട് എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നിങ്ങളിത് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഡോക്യുമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ JPG ആയിട്ടോ അല്ലെങ്കിൽ PDF ആയിട്ടോ DOC ആയിട്ടോ CX ആയിട്ടുള്ള ഫയലുകളൊക്കെ ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത്. ഒരു കാര്യത്തിൽ ഇപ്പോൾ NCCയുടെ ആണെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഇല്ല, അതെല്ലാം കംപ്രസ് ചെയ്തിട്ട് ഒറ്റ ഫയലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അത് അപ്ലോഡ് ചെയ്യാൻ. 1 MB കൂടാൻ പാടില്ല സൈസ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 1 MB കൂടാൻ പാടില്ല എന്നാണ്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് അതിൽ നോർമൽ ഫയൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും അത്ര സൈസ് വരാറില്ല. ഇതെല്ലാം കൊടുത്തിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് തന്നെയാണ് എല്ലാത്തിലും നമ്മൾ പോരുന്ന പോലെ. ഇവിടെ സേവ് ആൻഡ് എക്സിറ്റ് ആണ് വരുന്നത്. മറ്റിടത്തൊക്കെ സേവ് ആൻഡ് പ്രൊസീഡ് ആയിരുന്നെങ്കിൽ ഇവിടെ ഓൾമോസ്റ്റ് പ്രോസസ്സ് കഴിയാണ്. അപ്പോൾ മുന്നോട്ട് പോയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് സേവ് ആൻഡ് എക്സിറ്റ് എന്നുള്ള ഓപ്ഷനിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഓപ്ഷൻ കൊടുക്കുന്നത്. സേവ് ആൻഡ് എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ
നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും. നമ്മുടെ പേര്, ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നമ്മൾ ഇതിനാണ് അപ്ലൈ ചെയ്ത കാര്യങ്ങൾ. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് നോക്കുക, കംപ്ലീറ്റഡ് ബട്ട് നോട്ട് സബ്മിറ്റഡ് എന്നാണ് കാണിക്കുന്നത്. പേയ്മെൻറ്റ് സ്റ്റിൽ പെൻഡിങ്, നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല, അപ്പോൾ സ്റ്റിൽ പെൻഡിങ് എന്ന് കാണിക്കുന്നു. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തില്ല, അപ്പോൾ സബ്മിഷനുള്ള അടുത്ത ഓപ്ഷനിലേക്കാണ് എനിക്ക് പോകുന്നത്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ സബ്മിഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ ഒരു പ്രാവശ്യം പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് തിരിച്ചില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ ഓക്കെ എഗ്രി ചെയ്തിട്ട് നമ്മളത് വായിച്ചിട്ട് സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു സ്മോൾ ഡയലോഗ് ബോക്സ് വരും. അവിടെ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയ ഉടനെ തന്നെ നിങ്ങൾക്കൊരു മെയിൽ കിട്ടും, കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് വരും. അവിടെ GFSU അഡ്മിഷൻ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്, നമ്മുടെ ലോഗിൻ ID പാസ്വേഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മെയിൽ വരും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളോട് പേയ്മെൻറ്റ് പ്രോസസ്സും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള നെക്സ്റ്റ് ഓപ്ഷൻ കാണാം. അപ്പോൾ മേക്ക് പേയ്മെൻറ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പേയ്മെൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് 48 മണിക്കൂറൊക്കെ സമയം എടുക്കും പേയ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരു പ്രാവശ്യം കയറിയിട്ട് അപ്പോൾ തന്നെ പേയ്മെൻറ്റ് കയറിയില്ല എന്ന് വെച്ചാൽ വീണ്ടും നിങ്ങൾ ചെയ്യരുത്. കാരണം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം നമ്മൾ അടച്ച ഫീസ് ഒരിക്കലും നമ്മൾക്ക് തിരിച്ചു തരുന്നില്ല എന്നല്ല പറയുന്നത്. ആപ്ലിക്കേഷൻ ഫോം ഫീ വിൽ നോട്ട് ബി റീഫണ്ടഡ് എന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് റീഫ്രഷ് അടിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്, റീഫ്രഷ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നോർമലി നമ്മൾ എന്തിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിൻഡോയിൽ ഓൾറെഡി വരാറുണ്ട്. നമ്മൾ റീഫ്രഷ് ചെയ്ത് നമുക്ക് വീണ്ടും പഴയ പ്രോസസ്സിൽ നിന്ന് പോയിട്ടാണ് തിരിച്ചു വരിക. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലെ പേയ്മെൻറ്റിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളും 1, 2, 3 നമ്പേഴ്സ് ഇട്ടിട്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് സൈറ്റിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കേട്ട ശേഷം നമ്മൾ പേയ്മെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സമ്മറി നമുക്ക് കിട്ടും. പേയ്മെൻറ്റോട് കൂടിയാണ് ആപ്ലിക്കേഷൻ സമ്മറി കിട്ടുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ സമ്മറി ഇങ്ങനെയാണ്. നമുക്ക് ചെക്ക് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് വരും. നമ്മളെ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ, നമ്മളെ മാർക്കുകൾ, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ അഡ്രസ്സ്, ഓരോ സെമസ്റ്ററുകളിലും നമുക്ക് പെർസെൻറ്റേജ്, എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. ഇതാണ് പ്രിൻ്റ് എടുക്കേണ്ടത്. ഇത് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ സമ്മറി പ്രിൻ്റ് എടുക്കുക. അതുപോലെ തന്നെ ലിവിങ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ TC പോലുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ SSLCൻ്റെ സർട്ടിഫിക്കറ്റ്, HSC മാർക്ക് സർട്ടിഫിക്കറ്റ്, അതുപോലെ ബാച്ചിലർ ഡിഗ്രി, PG ക്കാണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഇനി MPhil പ്രോഗ്രാമുകൾക്കാണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ ഇതൊക്കെ ആവശ്യമായ കാര്യങ്ങൾ ഇതെല്ലാം കൂടിയാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എഴുതേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നെയിം ഏതാണ്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നെയിം, കോഴ്സിൻ്റെ നെയിം, നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ടു ദ രജിസ്റ്റർ ഗുജറാത്ത് ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി, NR DFS ഹെഡ്ക്വാർട്ടേഴ്സ് സെക്ടർ 9, ഗാന്ധിനഗർ, ഗുജറാത്ത്, ഇന്ത്യ 382007. ഇവിടെ പറയുന്നുണ്ട് യുവർ നെയിം ആൻഡ് അഡ്രസ്സ് വിത്ത് മൊബൈൽ നമ്പർ അതിനകത്ത് കാണിച്ചിരിക്കുന്നു. നമ്മൾ അയക്കുന്ന ആ ഒരു പ്രോസസ്സിൽ കാണിച്ചിരിക്കണം, നിർബന്ധമായിട്ട് കാണിച്ചിരിക്കണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗോഡ് ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എൻക്വയറി നമ്പേഴ്സും മറ്റു കാര്യങ്ങളും സൈറ്റിൻ്റെ ഏറ്റവും മുന്നിൽ കാണുന്ന കാര്യങ്ങൾ ഡേറ്റ് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ August 15 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അത് മറക്കരുത്. ഇനി ഇവിടെയുള്ള റെയർ കോഴ്സസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം. MSc ഫോറൻസിക് സയൻസ് കാണാം, അതിൻ്റെ എലിജിബിലിറ്റി ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ MSc ഡിജിറ്റൽ ഫോറൻസിക് സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഒക്കെ കാണാം. ബാച്ചിലർ ഡിഗ്രി ഇൻ സയൻസ് ഒക്കെയാണ് ആദ്യത്തെ കോഴ്സിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത്. ഫോറൻസിക് സയൻസ് ആകാം, മെഡിസിൻ ആവാം, എഞ്ചിനീയറിംഗ് ആകാം, ഫാർമസി വിത്ത് 55% മാർക്ക്, SC ST ആണെങ്കിൽ 50% മാർക്ക് മതി. ഇത് ഇക്വാലൻ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ MSc ഡിജിറ്റൽ ഫോറൻസിക് സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആണെങ്കിൽ BE BTech പോലുള്ള ബിരുദങ്ങളാണ്, അല്ലെങ്കിൽ BCA പോലുള്ള BSCO, അല്ലെങ്കിൽ IT CS മാത്സ് അത്തരത്തിലുള്ള കോഴ്സുകളൊക്കെയാണ് ഇതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെയാണ്. അതും 55% മാർക്കോട് കൂടിയെന്ന് പറയുന്നു. അതുപോലെ MTech സൈബർ സെക്യൂരിറ്റി ആൻഡ് ഇൻസിഡൻറ്റ് റെസ്പോൺസ്. നോക്കൂ, ഇത്ര റയർ കോഴ്സസാണ്. MSc സൈബർ സെക്യൂരിറ്റി, അതുപോലെ തന്നെ MSc ഫോറൻസിക് ഓഡൻറ്റോളജി എന്ന് പറഞ്ഞ കോഴ്സ്, അതുപോലെ തന്നെ MSc ടോക്സിക്കോളജി, MSc ഫോറൻസിക് ബയോടെക്നോളജി, MSc മൾട്ടിമീഡിയ ഫോറൻസിക്സ്, PG ഡിപ്ലോമ ഇൻ മാൽവെയർ അനാലിസിസ് ആൻഡ് റിസർവ് എഞ്ചിനീയറിംഗ്, PG ഡിപ്ലോമ ഇൻ വെബ് ആൻഡ് മൊബൈൽ സെക്യൂരിറ്റി, PG ഡിപ്ലോമ ഇൻ ഫിംഗർ പ്രിൻറ്റ് സയൻസ്, PG ഡിപ്ലോമ ഇൻ ഫോറൻസിക് ടോക്സിക്കോളജി, PG ഡിപ്ലോമ ഇൻ ഹ്യൂമാനിറ്റേറിയൻ ഫോറൻസിക്, PG diploma in forensic document examination, certificate course in forensic journalism, certificate course in anti-corruption and forensic and law, certificate course in crime scene photography. നോക്കി, ക്രൈം സീൻ ഫോട്ടോഗ്രാഫി പോലുള്ള റയർ കോഴ്സ് പോലും
നമുക്ക് അത്തരത്തിലുള്ള റയർ കോഴ്സുകളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമുള്ള കോഴ്സ്. ഇങ്ങനെ നമുക്ക് അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാം. അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തൊക്കെ കോഴ്സുകൾ പറയുന്നത് നോക്കാം. കാരണം അനേകം കോഴ്സുകളുണ്ട്. ഞാൻ പറഞ്ഞു MPhil ഉണ്ട്, MPhil ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്, അതുപോലെ MPhil ഫോറൻസിക് സൈക്കോളജി, MSc ഫോറൻസിക് സൈക്കോളജി, MSc ന്യൂറോ സൈക്കോളജി, MSc ക്ലിനിക്കൽ സൈക്കോളജി, MA ക്രിമിനോളജി വിത്ത് സ്പെഷ്യലൈസേഷൻ ഫോറൻസിക് സൈക്കോളജി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ സൈക്കോളജി. നോക്കൂ എത്ര റയർ കോഴ്സുകളാണെന്ന്. നിങ്ങളോട് നേരത്തെ പറഞ്ഞു റയർ കോഴ്സിൻ്റെ ഒരു ഈറ്റിലമാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത കോഴ്സുകളിലേക്ക് കിടക്കും. 4 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതിൻ്റെ പുറകിലുണ്ട്. MSc ഫോറൻസിക് നാനോ ടെക്നോളജി, അതുപോലെ തന്നെ MTech സിവിൽ എഞ്ചിനീയർ വെറും സിവിൽ എഞ്ചിനീയറിൽ ഫോറൻസിക് സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് ആണ്. MSc കെമിസ്ട്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫോറൻസിക് അനലിറ്റിക്കൽ കെമിസ്ട്രി, MSc എൻവയോൺമെൻറ്റൽ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ എൻവയോൺമെൻറ്റൽ ഫോറൻസിക്, MSc ഫുഡ് ടെക്നോളജി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫോറൻസിക് ഫുഡ് അനാലിസിസ്, MPharm ഫോറൻസിക് ഫാർമസി, MPharm വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി അഷ്വറൻസ്, PCI അപ്രൂവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 വർഷത്തെ കോഴ്സുകളുണ്ട്, 4 സെമസ്റ്റേഴ്സ് ആയിട്ടുള്ള PG കോഴ്സുകളുണ്ട്, 4 വർഷത്തെ കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ 3 വർഷത്തെ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ഡിപ്ലോമ കോഴ്സുകളൊക്കെ 1 ഇയറും 6 മന്ത്സൊക്കെ വാലിഡിറ്റിയുള്ള കോഴ്സുകൾ വരെ അവൈലബിൾ ആണ്. ഇനി അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിലേക്ക് പോകുമ്പോൾ MBA ഇൻ ഫോറൻസിക് അക്കൗണ്ടിങ്, MBA ഇൻ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, MBA ഇൻ ഹോംലാൻഡ് സെക്യൂരിറ്റി, അതുപോലെ തന്നെ MBA ഇൻ സൈബർ സെക്യൂരിറ്റി മാനേജ്മെൻറ്റ്. ഇതിനൊക്കെ മിക്കവാറും എനി ബാച്ചിലർ ഡിഗ്രി, ആദ്യത്തെ 3 കോഴ്സുകളൊക്കെ എനി ബാച്ചിലർ ഡിഗ്രിയാണ് ഇതിൻ്റെയൊക്കെ കോഴ്സിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് എലിജിബിലിറ്റി ആയി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, ഏത് ഡിഗ്രിയിലുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാം. നമ്മൾ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റികൾ, റെക്കഗ്നൈസ് ചെയ്ത യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ വിവരം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.